ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് ഇത് നിങ്ങളായിട്ടൊന്ന് പറയണമെന്ന്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാൽ എൻ്റെ ഒരു അനുഭവം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുവാണ്. ഞാൻ പറയുന്നത് എനിക്ക് PCOD ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ചിട്ടും പിന്നെ എനിക്ക് ഫസ്റ്റ് ഒരു അബോർഷനായിട്ടുണ്ട്, പിന്നെ എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർത്തിട്ടാണ് ഇന്ന് പറയുന്നത്. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എനിക്ക് PCOD ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് കല്യാണം കഴിഞ്ഞ ശേഷമാണ്. കല്യാണത്തിന് മുമ്പ് എനിക്ക് ഇറഗുലർ പീരീഡ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അപ്പോഴൊന്നും അങ്ങനെ കാര്യമാക്കിയിട്ടില്ല. കല്യാണം കഴിഞ്ഞ ശേഷം എനിക്കിതുപോലെ ഇറഗുലർ പീരീഡ്സ് തന്നെയാണ്. കല്യാണം കഴിഞ്ഞ് എനിക്കൊന്ന് 2 മാസമൊക്കെ പീരീഡ്സ് റെഗുലറായിട്ട് വന്നു, പിന്നെ ഒരു 3-4 മാസം ഇറഗുലർ പീരീഡ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയുമല്ലോ, എന്താണ് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കാം, ഹോസ്പിറ്റലിൽ പോയി നോക്കാം എന്നൊക്കെ. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ സ്കാൻ ചെയ്ത ഡോക്ടർ പറഞ്ഞു PCOD കാണുന്നുണ്ട്. നമുക്കത് സ്കാൻ റിപ്പോർട്ടിൽ ഇങ്ങനെ എത്ര MM അങ്ങനെ എന്തോ ഇങ്ങനെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പോഴത്തേക്കും ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ടാബ്ലറ്റ് നമുക്ക് കഴിക്കാം, കഴിച്ച് പീരീഡ്സ് നമുക്ക് ആകുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ടാബ്ലറ്റ് കഴിച്ചപ്പോൾ പീരീഡ്സായി. അങ്ങനെ 2-3 മാസം, പക്ഷേ ഞാൻ ടാബ്ലറ്റ് കഴിക്കുന്ന ടൈമിലായിരിക്കും പീരീഡ്സ് ആവുന്നത്. അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പീരീഡ്സ് ആവുന്നില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു ടാബ്ലറ്റ് കഴിച്ചു, കുഴപ്പമില്ല, എന്നിട്ട് കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ടാബ്ലറ്റ് കഴിച്ചു. ഇപ്പം പീരീഡ്സ് ആകാൻ മാത്രമല്ല, വേറെ കുറേ ടാബ്ലറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കഴിച്ചു. നമ്മുടെ ഓവം ഇതെല്ലാം ഇതാകാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റൊക്കെ ആയിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടും പീരീഡ്സ് ആവുന്നുണ്ട്, പക്ഷെ പ്രഗ്നൻ്റ് ആകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ ടാബ്ലറ്റ് കഴിച്ചു, കുറേ മാസത്തോളം കഴിച്ചു. പക്ഷേ ഞാൻ ടാബ്ലറ്റ് കഴിക്കുമ്പോഴായിരിക്കും പീരീഡ്സ് ആകുന്നത്, നിർത്തുമ്പോൾ ആകുന്നുമില്ല. അങ്ങനെയായിരുന്നു. ലാസ്റ്റ് ഞാനായിട്ട് മടുത്തു. ഞാൻ പറഞ്ഞു ഇനി ഞാൻ ടാബ്ലറ്റ് ഒന്നും കഴിക്കുന്നില്ല. നമ്മൾ പിന്നെ ഒരു ഇതുണ്ടാവല്ലോ, ദൈവം തരുമ്പം തരട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, ആ ഒരു ചിന്തയായിരുന്നു ആ ടൈമിൽ. എനിക്ക് തോന്നുന്നു ഒരു 4 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 വർഷം. അങ്ങനെ ഇരിക്കെ ഒരു മോൾ ഉറങ്ങുമായിരുന്നേ. മോളെ ഞാൻ തൊട്ടിൽ കിടത്തിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇടയ്ക്ക് അവളെ എഴുന്നേറ്റായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. അങ്ങനെ ഞാൻ മടുത്തു. അങ്ങനെ എനിക്കൊരു 3 വർഷമായ ടൈമിൽ, എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല, 3 വർഷമായ ടൈമിലും ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻ്റ് ആയി അപ്പം ഭയങ്കര ഹാപ്പി, കാരണം PCOD ഉണ്ട് എനിക്ക്. പക്ഷേ ഞാൻ ടാബ്ലറ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഞാൻ എക്സസൈസോ ഫുഡ് കൺട്രോളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പ്രഗ്നൻ്റ്. അപ്പം ഭയങ്കര സന്തോഷമാണ്. ആ ദൈവം നമുക്ക് തന്നതാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി. പിന്നെ എല്ലാവരെയും വിളിച്ചറിയിക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, നാട്ടുകാരെ വിളിച്ചറിയിക്കുന്നു, വീട്ടുകാരെ വിളിച്ചറിയിക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്പോട്ട് പോലെ വന്നു. അപ്പോൾ ഞാൻ നേരെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കുഴപ്പമില്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കുറച്ചുകൂടെ ഇങ്ങനെ ബ്ലീഡിങ് പോലെ വരാൻ തുടങ്ങി. കുറച്ചൊന്ന് പാനിക്കായി. പിന്നെ നേരെ ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ചാൻസ് ഇല്ല, കാരണം കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ല. അപ്പം എനിക്ക് ഏകദേശം 2 മാസത്തോളം 2 മാസം എന്താ കഴിഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് ആണ്. പക്ഷെ ഇതുവരെ ബേബിക്ക് ഹാർട്ട് ബീറ്റ് വന്നില്ല. അതുപോലെ നമുക്ക് 1 വീക്കും കൂടെ വെയിറ്റ് ചെയ്യാം. കുറച്ച് ബ്ലീഡിങ് ആയിട്ട് പോയിട്ടുണ്ട്, പക്ഷേ ഇനി പോകാണ്ടിരിക്കാൻ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ടാബ്ലറ്റ് തന്നു. അതുപോലെ വീട്ടിൽ പോയിട്ട് നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. നമ്മുടെ കാലൊക്കെ ഇങ്ങനെ പൊക്കിയൊക്കെ വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ടൈമിലൊക്കെ. ഇപ്പം ഞാനിങ്ങനെ കൂളായിട്ട് പറയുന്നുണ്ടെങ്കിലും ആ ഒരു ടൈമിലും ഭയങ്കര ഒരു നല്ലൊരു വിഷമമായിരുന്നു ആ ഒരു ദിവസങ്ങളെന്ന് പറയുന്നത്. കാരണം കല്യാണം കഴിഞ്ഞ് ഇത്ര നാൾ കഴിഞ്ഞിട്ട് കിട്ടിയതാണ്. അതുപോലെ ഒത്തിരി പേര് എന്നെ കുറ്റപ്പെടുത്തുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി പേര് പറയുന്നുണ്ടായിരുന്നു. എൻ്റെ നേരിട്ടാരും പറഞ്ഞിട്ടില്ല, പക്ഷെ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അടിച്ചു പൊളിച്ച് നടക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കുഞ്ഞുങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട്, ഞങ്ങൾ മനഃപൂർവ്വം കുഞ്ഞുങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ എനിക്കിനി കുഞ്ഞുങ്ങളെ കിട്ടത്തില്ല
എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഇവരെയൊക്കെ വായ് അടയ്ക്കാൻ പറ്റിയല്ലോ എന്നൊരു സന്തോഷമായിരുന്നു. പക്ഷേ അങ്ങനെ 1 വീക്ക് കഴിഞ്ഞു. വീണ്ടും ഡോക്ടറിന് ചെക്കപ്പ് ഉണ്ട്. ഡോക്ടറിനെ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കാണിക്കാൻ പോയപ്പോൾ ഡോക്ടർ അതിന് സ്കാനൊക്കെ കഴിഞ്ഞു. ഡോക്ടറിനെ കാണിക്കാൻ പോയപ്പം ഡോക്ടർ പറഞ്ഞു ഇതുപോലെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റൊന്നും വന്നിട്ടില്ല, നമുക്കിത് അബോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓൾറെഡി കുറേ ഇതിൻ്റെ ഇടയ്ക്ക് ബ്ലീഡിങ് കുറേ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ ടാബ്ലറ്റ് തരാം, ടാബ്ലറ്റ് കഴിച്ച് ഫുള്ള് പോകുന്നുണ്ടോ നോക്കി, ഇല്ലെങ്കിൽ വീണ്ടും ഹോസ്പിറ്റലിലോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ടാബ്ലറ്റ് തന്നു. ഞാൻ വീട്ടിൽ വന്നു, ടാബ്ലറ്റ് കഴിച്ചു. അങ്ങനെ എനിക്ക് ഫുള്ളും പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലെന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ആ ഒരു ടൈമിൽ നല്ല വിഷമമുണ്ടായിരുന്നു. കുറേ പേര് കുറ്റപ്പെടുത്താൻ കാണുമല്ലോ, അല്ലെങ്കിൽ കുറേ പേര് നിൻ്റെ ഇതുകൊണ്ടായിരിക്കാം കൊച്ചു പോയത്, അല്ല നീ സൂക്ഷിക്കാത്തതുകൊണ്ടായിരിക്കാം, നിൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. ഇപ്പോൾ സമൂഹം അങ്ങനെയാണല്ലോ, എന്ത് വന്നാലും എന്ത് ചെയ്താലും ആണുങ്ങളാരും ഒന്നും പറയത്തില്ല, പെണ്ണുങ്ങൾ മാത്രമേ പറയാറുള്ളൂ. സെയിം ഇവിടെ അങ്ങനെയാണല്ലോ, നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും കുഞ്ഞ് പോയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഭയങ്കര വിഷമം. ദൈവത്തെ കുറേ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം ഒന്നി തരണ്ടായിരുന്നു, അല്ലെങ്കിൽ തന്നിട്ട് എന്തിനാണ് എടുത്തേ? കാരണം ഒത്തിരി ആഗ്രഹിച്ചു. കുറച്ച് നാൾ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുമല്ലോ. ഇത്രയും നാൾ കഴിഞ്ഞിട്ട് കിട്ടിയതും കൊണ്ട് ഭയങ്കര ഒരു ഇതായിരുന്നു. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞു. കുറേ നാൾ ആ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പം വീണ്ടും ഞാൻ എൻ്റെ സെയിം ഇതായിരുന്നു. ടാബ്ലറ്റ് ഞാൻ ഇനി കഴിക്കത്തില്ല, ഞാനൊന്നും ചെയ്യത്തില്ല, ഇനി ദൈവം തരമ്പം. പിന്നെ ദൈവത്തോടൊരു ദേഷ്യമായിരുന്നു. ഇനി ദൈവം തരമ്പം തരട്ടില്ലെങ്കിൽ വേണ്ട, ആ ഒരു ഇതായിരുന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പം വീണ്ടും എനിക്ക് ആഗ്രഹമാണ്, ഒരു കുഞ്ഞു കണ്ടിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് മരുന്ന് കഴിക്കാൻ വയ്യ, ട്രീറ്റ്മെൻറ്റിനോട് പോകാൻ വയ്യ, അങ്ങനെ ഒരു ഇതിലിരുന്നു. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ ഒരു ഡോക്ടറിൻ്റെ ഒരിത് കണ്ടിട്ടുണ്ടായിരുന്നു. PCOD ഇത് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മെയിനായിട്ട് പറഞ്ഞ കാര്യം എന്ന് പറയുമ്പം, നമ്മൾ ടാബ്ലറ്റ് കഴിച്ചാലും നമ്മൾ ഫുഡ് കൺട്രോളും ചെയ്യണം, എക്സസൈസും ചെയ്യണം. നമ്മൾ ബോഡിക്ക് അതിൻ്റേതൊരു എക്സസൈസും കൊടുക്കണം, അതുപോലെ ഫുഡും കൺട്രോൾ ചെയ്യണം. അല്ലാണ്ട് നമ്മൾ എത്ര ടാബ്ലറ്റ് കഴിച്ചാലും ഗുണമില്ലയെന്ന് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഓക്കെ, ടാബ്ലറ്റ് കഴിക്കാണ്ട് നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്ത് നോക്കാം, അതുപോലെ എക്സസൈസും ചെയ്ത് നോക്കാം. നമ്മുടെ PCODയുടെ കുറേ എക്സസൈസൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ യൂട്യൂബിൽ അതൊക്കെ നോക്കാൻ തുടങ്ങി. അതൊക്കെ നോക്കി ഞാൻ അങ്ങനെ ഒരു 6 മന്തോളം ഫുഡ് കൺട്രോൾ ചെയ്തു. അതുപോലെ ഫുഡെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് അങ്ങനെയൊന്നുമില്ല. എനിക്കിഷ്ടമുള്ള ഫുഡ് ഞാൻ കഴിക്കുന്നത് ചിലപ്പോൾ ഞാൻ നമ്മുടെ പിൻട്രസ്റ്റിലൊക്കെ നോക്കി PCODക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പം എനിക്കിഷ്ടമുള്ള ഫുഡൊക്കെ നമുക്ക് എത്ര അളവിൽ കഴിക്കാം, അങ്ങനെയൊക്കെ ഞാൻ നോക്കിയപ്പോൾ അതിൽ കുറേ ലിസ്റ്റൊക്കെ വന്നു. അതെല്ലാം ഞാനൊരു പേപ്പറിലൊക്കെ എഴുതിയെടുത്തു. അങ്ങനെ ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്ത് ഞാൻ വീട്ടിൽ തന്നെ ഞാൻ എൻ്റെ റൂമിൽ തന്നെ ഇരുന്ന് എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. എക്സസൈസ് എന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ട് വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ യൂട്യൂബിൽ ആദ്യം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, പക്ഷെ കുറച്ചായിട്ട് പിന്നെ ആദ്യം 10 മിനിറ്റ്, 15 മിനിറ്റ്, 20 മിനിറ്റ്, പിന്നെ അരമണിക്കൂർ, അതിൽ കൂടുതൽ പോയിട്ടില്ല, അരമണിക്കൂർ. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ ടയേർഡാകും. അപ്പോൾ അരമണിക്കൂർ വെച്ച് എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാനൊരു ടൈം വെച്ച് ഞാനാണെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് രണ്ടും മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അപ്പോഴും എനിക്ക് ഇറഗുലർ പീരീഡ്സാണ് വരുന്നത്, കറക്റ്റായിട്ട് പീരീഡ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ പൊക്കോണ്ടിരുന്ന ടൈമിലായിരുന്നു നവംബർ മാസത്ത്, അത് 2024 നവംബറിൽ എനിക്ക് ഒക്ടോബറിൽ പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു, നവംബറിൽ പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ നല്ല പ്രഷറാണ്. നീ ഹോസ്പിറ്റലിൽ കാണിക്കണം, ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നൊക്കെ വീട്ടിൽ നല്ല പ്രഷർ ഉണ്ടായിരുന്നു. അപ്പം അതൊന്നും സഹിക്കാൻ വയ്യാണ്ട് അപ്പോൾ ഹസ്ബൻഡും പറഞ്ഞു നമുക്ക് എന്തായാലും ഒരു ഡോക്ടറിനെ കാണാം, നീ ഇത്രയും ചെയ്യുന്നുണ്ടല്ലോ, നമുക്ക് എന്തായാലും ഡോക്ടറിനെ കാണാം, കണ്ടിട്ട് നമുക്ക് ബാക്കി എന്താണെന്ന് വെച്ച് നോക്കാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ യൂട്യൂബിലേക്ക് ഇങ്ങനെ നോക്കുന്ന ടൈമിൽ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് കഴിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു മിനിറ്റ് മോളെഴുന്നേറ്റ്. ഓക്കെ, അപ്പോഴും ഞാൻ വിചാരിച്ചു നമുക്ക് എന്തായാലും ഡോക്ടറിനെ കണ്ടിട്ട് ഫോളിക് ആസിഡൊക്കെ സ്റ്റാർട്ട് ചെയ്യാം, ആ ഒരു ചിന്തയിലായിരുന്നു. അങ്ങനെ ഞാൻ ആറ്റുകാൽ ദേവി ഹോസ്പിറ്റലിൽ നമ്മുടെ സാം ഡോക്ടറിനെ കാണാൻ പോയി. സാം ഡോക്ടറിനെ കണ്ടപ്പോൾ തന്നെ ആദ്യം സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തപ്പം അവരെന്നോട് പറഞ്ഞു കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ തന്നു, അതൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നേരത്തെ എനിക്ക് PCOD ഉണ്ടായിരുന്ന ആ ഇതൊക്കെ ഫയലൊക്കെ ഞാൻ കൊടുത്തു. ഞാൻ ടാബ്ലറ്റ് കഴിച്ചു, ട്രീറ്റ്മെൻറ്റ് എടുത്തു, അതെല്ലാം ഞാൻ കൊടുത്തായിരുന്നു. അതെല്ലാം കൊടുത്തിട്ടും ഡോക്ടർ പറഞ്ഞു നമുക്കിപ്പം വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല, യൂട്രസിൽ എന്തോ ഒരു ഇതുപോലെ കാണുന്നുണ്ട്, പക്ഷെ അത് വ്യക്തമായിട്ട് നമുക്ക് പറയാനും പറ്റില്ല. എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൊടുത്തു പോയി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് പോയി. അപ്പോൾ എനിക്ക് നവംബർ മാസം പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പോയപ്പോൾ എന്നോട് ചോദിച്ചു ഇതുപോലെ പീരീഡ്സ് ആയിട്ടുണ്ട്. ആദ്യം പോയ ടൈമിൽ ചോദിച്ചായിരുന്നു പീരീഡ്സ് ആയോ, നമ്മൾ കഴിഞ്ഞ മാസം ആയിട്ടുണ്ടായിരുന്നു, ഈ മാസം ആയില്ല എന്നൊക്കെ പറഞ്ഞു. ഓക്കെ പറഞ്ഞു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ കിട്ടി. അതൊക്കെ കൊണ്ട് ഡോക്ടറിനെ കാണിക്കാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യം ഒരു സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തിട്ട് വീണ്ടും ഡോക്ടറിനെ കാണിക്കാൻ വന്ന ടൈമിൽ ഡോക്ടർ പറഞ്ഞു ഇയാൾ പ്രഗ്നൻ്റ് ആണെന്ന്. അയ്യോ, ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യായിരുന്നു, അതുപോലെ ഞാൻ വീട്ടിൽ ചെറുതായിട്ട് എക്സസൈസ്. വേറൊരു ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത് എനിക്ക് PCOD ഇല്ല. അതെന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ച് കളഞ്ഞായിരുന്നു. കാരണം അതാണ് എനിക്ക് ഭയങ്കര സർപ്രൈസ്. അപ്പോൾ എന്നോട് പറഞ്ഞു എടാ ഇയാൾക്ക് ഇതുപോലെ PCOD ഇല്ല, ഓൾറെഡി പെർഫെക്റ്റ് ആണ്, അതുപോലെ ഇയാൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ എന്നോട് പറഞ്ഞു നേരത്തെ ഒരു സ്പോട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ചെറിയ ഡൗട്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തെടുത്തപ്പം പ്രഗ്നൻ്റ് ആണ്, അതുപോലെ ആ സ്പോട്ട് ഇപ്പം ഇച്ചിരി ഇങ്ങനെ വലുതായിട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ ഇയാൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ല, അതിന് ഇങ്ങനെ ടൈം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ടാബ്ലറ്റൊക്കെ തന്നു. ഫസ്റ്റ് ഒന്ന് അബോർഷൻ ആയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഉറയ്ക്കാനുള്ള ടാബ്ലറ്റൊക്കെ തന്നു. അങ്ങനെ 2 വീക്സ് കഴിഞ്ഞിട്ട് വീണ്ടും സ്കാൻ ചെയ്യാൻ പോയപ്പോൾ ഹാർട്ട് ബീറ്റ് വന്നെന്ന് പറഞ്ഞു. പിന്നെ ഞാനാണെങ്കിൽ വേറെ ആരോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ചേച്ചിമാരോട് മാത്രമേ എന്ത് പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 3 മാസം കഴിഞ്ഞിട്ട് എല്ലാവരോടും പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ എനിക്ക് നല്ല വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു, പിന്നെ നല്ല ടയേർഡും അങ്ങനെയൊക്കെ ആയിരുന്നു. കുഴപ്പമില്ലാണ്ട് പോയി. പിന്നെ എനിക്ക് സിംറ്റംസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ബോയ് സിംറ്റംസ് ആയിരുന്നു. പക്ഷേ ഞാൻ ചൈനീസ് കലണ്ടർ നോക്കിയ ടൈമിൽ ബേബി ഗേളെ കാണിച്ചു. അങ്ങനെ ഡെലിവറി കഴിഞ്ഞപ്പോഴും ബേബി ഗേളായി. കാരണം ഞാൻ എല്ലാവരും ആൺകൊച്ചായിരിക്കും എന്നാണ് വിചാരിച്ചത്. കാരണം സിംറ്റംസ് എല്ലാം ബേബി ബോയ് ആയിരുന്നു. 1% പോലും ബേബി ഗേളാണെന്ന് പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഞാൻ നമ്മുടെ മറ്റേ സെറ്റ് ഉണ്ടല്ലോ, മെറ്റേണിറ്റി സെറ്റ്, ഇങ്ങനെ പില്ലോ, ഇതെല്ലാം കൂടി ഇങ്ങനെ വരുന്നത്, അതെല്ലാം ഞാൻ ബ്ലൂ കളറാണ് മേടിച്ചത് ഡെലിവറിക്ക് മുമ്പ്. കാരണം എന്തായാലും ബേബി പോയി ബ്ലൂ, ആ ഒരു ഇതിൽ എല്ലാം ബ്ലൂ കളറാണ് മേടിച്ചത്. പക്ഷെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് സർപ്രൈസായിപ്പോയി. പിന്നെ ഇത്രയൊക്കെ ഉള്ളു. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് PCOD ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാണ്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആയതും. ഫുഡ് കൺട്രോളും പിന്നെ എക്സസൈസും. ഇതിപ്പോൾ എല്ലാവർക്കും ടാബ്ലറ്റ് ഒന്നും കഴിക്കാണ്ട് ചിലപ്പോൾ ഇത് മാത്രം വർക്കൗട്ടായെന്ന് എനിക്ക് വരില്ല കേട്ടോ. ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഫുഡ് കൺട്രോൾ ചെയ്തപ്പോഴും എക്സസൈസൊക്കെ ചെയ്തപ്പോഴായിരുന്നു ഞാൻ ഓക്കെ ആയത്. എൻ്റെ PCOD എല്ലാം എനിക്ക് മാറിയത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
ഇത് നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോ ആണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ.